കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറുപഴം കേട്ടോ. ചെറുപഴം 3 എണ്ണം കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് ബൂസ്റ്റാണ്, പക്ഷേ ബൂസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ബോൺവിറ്റയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനായിട്ട് ഉള്ള പാല്, പഞ്ചസാര, പിന്നെ കുറച്ച് ഡ്രസ് ചെയ്യാനായിട്ട് നിലക്കടല, ബദാം, കാഷ്യൂ ഇട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ അതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പഴം കട്ട് ചെയ്തിടുക. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഷേക്കാണ്. അതിനുശേഷം ഐസ് ക്യൂബ് ഇട്ടു. ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഇത് ഞങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ പകരം ബോൺവിറ്റ ആട്ടോ ഇട്ടത്. പിന്നെ ഇത് 3 പേരുടെ അളവാണ്, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പാലൊഴിച്ചു. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇടാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ. ഇതിലിപ്പോൾ 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്, അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഗ്ലാസ്സിൽ നട്ട്സാണ് ഇട്ട് കൊടുത്തത്, നിലക്കടലയും ബദാമും കാഷ്യൂട്ടും. നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അതുപോലെ ഇടാം. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത ഷേക്ക് അതിലിടുക. പിന്നെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ ഡ്രസ് ചെയ്യാനായിട്ട് ആ നട്ട്സ് തന്നെ മേലെ ഇടുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് അടിക്കാൻ പറ്റുന്നവർ ഹൈപ്പ് അടിക്കണേ. കൂടെ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു, അതൊരു പഫാട്ടോ. എനിക്ക് അതിൻ്റെ ഉള്ളിൽ വലിയ ഫീലിംഗ് ആയിട്ട് തോന്നുന്നില്ല, എനിക്ക് അവിലൊക്കെ ഇട്ട പോലെ തോന്നി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.